കല്യാണം കഴിക്കാൻ താല്പര്യമുള്ളവർക്ക് അതിനൊത്ത ചെക്കന്മാരോ പെൺകുട്ടികളോ ഉണ്ടെങ്കിൽ അതിനൊത്തവർക്ക് വന്നിട്ട് അവിടുന്ന് കല്യാണം നടത്തി കൊടുക്കുന്നുണ്ട്. മുട്ടിലെ വില്ലേജിൽ മേലെ വില്ലേജിൽ ഇറങ്ങി അവിടെ പോയി പേര് രജിസ്റ്റർ ചെയ്ത് കൊടുക്കണം. അപ്പം അതിന് താല്പര്യം ഉണ്ടെങ്കിലോ അറിയുന്നവരോ നമ്മളെ വാർഡിലോ പഞ്ചായത്തിലോ ആരെങ്കിലും അറിയുന്നവരുണ്ടെങ്കിൽ അങ്ങോട്ടൊക്കെ ഒന്ന് കൈമാറി കൊടുക്കണം. ഒരു ദുരന്ത സാഹചര്യം വരുന്ന സമയത്ത് നമ്മൾ മലയാളികൾ എങ്ങനെയാണ് എന്നുള്ളത് ഈ വയനാട്ടിലെ ആ ഒരു ദുരന്തം നമുക്ക് വളരെ വ്യക്തമായിട്ട് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അല്ലെ. കുറേയധികം നല്ല മനുഷ്യരും എന്നാൽ അതിനിടയിലായിട്ട് ചില നാറിയ മനുഷ്യരും നമ്മുടെ സമൂഹത്തിലുണ്ട് എന്ന് വളരെ വ്യക്തമായിട്ട് ഈ ഒരു ദുരന്തം നമുക്ക് പഠിപ്പിച്ചു തന്നു. അതിലെടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്, വയനാട്ടിലെ കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ ആവശ്യമുണ്ടെങ്കിൽ തന്റെ ഭാര്യ അത് നൽകാൻ തയ്യാറാണെന്ന് പറഞ്ഞിട്ട് ഒരു വ്യക്തി പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന് താഴെ വന്നിട്ട് കുറെ ലവന്മാർ വന്നിട്ട് മോശപ്പെട്ട കമന്റുകൾ അടിച്ചിറക്കിയിരുന്നു. അവരെയൊക്കെ അടിച്ച് വീട്ടിൽ കൊണ്ടാക്കിയിട്ടുമുണ്ട്. അത് നമ്മൾ മലയാളികൾ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. അതേതായാലും നന്നായിട്ടുണ്ട്. കാരണം അങ്ങനെ മോശപ്പെട്ട കമന്റ് അടിക്കുന്നവരൊന്നും നല്ല രീതിക്ക് ഇവിടെ നടന്നു പോകേണ്ട ഒരു ആവശ്യവുമില്ല. പക്ഷെ എന്നാൽ ഇപ്പൊ മറ്റൊരു സംഭവം നടന്നിരിക്കുകയാണ്. ഇവിടെ ഇതെല്ലാം ചെയ്തിരുന്നത് പുരുഷന്മാരാണ് ഇങ്ങനെയുള്ള മോശപ്പെട്ട കമന്റുകളൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ ഇവിടെ ഒരു സ്ത്രീയുടെ വോയിസ് റെക്കോർഡാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. വാട്സപ്പിലൂടെ അതിങ്ങനെ കടന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ പറയുന്ന കാര്യം മറ്റൊന്നുമല്ല, വയനാട്ടിൽ ദുരന്ത സ്ഥലത്ത് അനാഥരായ കുറേയധികം പെൺകുട്ടികളുണ്ട്. അവരെ വിവാഹം കഴിക്കണമെന്ന് ആവശ്യമുള്ളവർ അങ്ങോട്ടേക്ക് ചെല്ലാൻ പറഞ്ഞിട്ടാണ് ആ ഒരു വോയിസ് ക്ലിപ്പിൽ പറയുന്നത്. അഥവാ അവിടെ ചെന്നാൽ നിങ്ങൾക്ക് പെൺകുട്ടികളെ കല്യാണം കഴിക്കാൻ സാധിക്കും, അതുകൊണ്ട് അവിടെയുള്ള സ്ഥാപനങ്ങളിലേക്ക് നിങ്ങൾ പോകണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വോയിസ് ക്ലിപ്പാണ് ഇറങ്ങിയിട്ടുള്ളത്. ആദ്യമായിട്ട് നിങ്ങൾക്ക് ഞാൻ ആ വോയിസ് ക്ലിപ്പ് ഒന്ന് കേൾപ്പിച്ചു തരാം. കല്യാണം കഴിക്കാൻ താല്പര്യമുള്ളവർക്ക് അതിനൊത്ത ചെക്കന്മാരോ പെൺകുട്ടികളോ ഉണ്ടെങ്കിൽ അതിനൊത്തവർക്ക് വന്നിട്ട് അവിടുന്ന് കല്യാണം നടത്തി കൊടുക്കുന്നുണ്ട്. മുട്ടിലെ വില്ലേജിൽ മേലെ വില്ലേജിൽ ഇറങ്ങി അവിടെ പോയി പേര് രജിസ്റ്റർ ചെയ്ത് കൊടുക്കണം. അപ്പം അതിന് താല്പര്യം ഉണ്ടെങ്കിലോ അറിയുന്നവരോ നമ്മളെ വാർഡിലോ പഞ്ചായത്തിലോ ആരെങ്കിലും അറിയുന്നവരുണ്ടെങ്കിൽ അങ്ങോട്ടൊക്കെ ഒന്ന് കൈമാറി കൊടുക്കണം. എങ്ങനെയുണ്ട്, നിങ്ങൾ കേട്ടില്ലേ? ഇപ്പൊ നിങ്ങൾ കരുതുന്നുണ്ടാക്കും നല്ലൊരു വോയിസ് ക്ലിപ്പാണല്ലോ, കാരണം അവിടെയുള്ള കുട്ടികളെ വിവാഹം കഴിക്കുക എന്ന് പറയുന്നത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. സംഭവം ശരിയാണ്, വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. പക്ഷെ ഇങ്ങനെ ഒരു കാര്യം അവിടെയുള്ള ആരും അറിഞ്ഞിട്ട് പോലുമില്ല. ഈ പറയുന്ന അഥവാ ഈ പറയപ്പെടുന്ന സ്ഥാപനത്തിലുള്ള വ്യക്തികൾ പോലും അറിഞ്ഞിട്ടില്ല. ഇവർ പറയുന്നുണ്ട് അവിടെയുള്ള പഞ്ചായത്തിൽ ചെന്നാൽ നിങ്ങൾക്ക് അങ്ങനെ വിവാഹം കഴിക്കാനായിട്ട് രജിസ്റ്റർ ചെയ്യാൻ കഴിയുമെന്ന് പറയുന്നുണ്ടല്ലേ. അവിടെയുള്ള ആളുകൾ ഇത് അറിഞ്ഞിട്ട് പോലുമില്ല. അപ്പൊ ഏതായാലും അത് സംബന്ധിച്ചൊരു വാർത്ത തന്നെ ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് ആ വാർത്തയുടെ ചില ഭാഗങ്ങൾ കണ്ടു നോക്കാം. വിഷയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിനിഞ്ഞാന്ന് വൈകുന്നേരം മുതലാണ് ഇങ്ങനെ ഒരു പ്രചരണം വന്നിട്ടുള്ളത്. അതായത് മുണ്ടക്കൈ ദുരന്തത്തിൽ ഒറ്റപ്പെട്ടു പോയ കുറേ പെൺകുട്ടികളുണ്ട്. അവരെ കല്യാണം കഴിക്കാൻ താല്പര്യമുള്ളവർ മുട്ടിൽ പഞ്ചായത്ത് അല്ലെങ്കിൽ മുട്ടിൽ വില്ലേജിൽ വന്നിട്ട് രജിസ്റ്റർ ചെയ്യാനാണ് പറയുന്നത്, പേര് രജിസ്റ്റർ ചെയ്യാനാണ് പറയുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിലെ എല്ലാ ആളുകളും ഓരോ മിനിറ്റ് ഇടവിട്ടിട്ടാണ് ആളുകൾ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ മുട്ടിൽ പഞ്ചായത്തിനെ സംബന്ധിച്ച് വളരെയധികം ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തിലാണ് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത്. ഇത് എങ്ങനെയാണ് ഈ വോയിസ് വന്നതെന്നും എവിടുന്ന് വന്നതെന്നും ഞങ്ങൾക്ക് അറിയില്ല. ഞങ്ങൾ ഇതുമായിട്ട് ഒരു ബന്ധവുമില്ല. തല പുകഞ്ഞു പോയി. നമ്മൾ ഓഫീസിന്റെ പ്രവർത്തനം തന്നെ തളർന്നിട്ട് പോയി. നമ്മുടെ ഫ്രണ്ട് ഓഫീസിലുള്ള ലാൻഡ് ഫോൺ എനിക്ക് തോന്നുന്നത് രാവിലെ മുതൽ ആ സ്റ്റാഫ് ഇരുന്നിട്ട് ഒരു സെക്കൻഡ് പോലും ഒഴിവിട്ടില്ല. ഫോൺ വെച്ചാൽ അടുത്ത കോൾ വരികയാണ്. അതോടൊപ്പം ഇന്ന് മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരി, കണ്ണൂർ, വടകര, നാദാപുരം, പേരാമ്പ്ര, വെള്ളമുണ്ട, കരുവണ, താമരശ്ശേരി എന്നിവിടങ്ങളിൽ ഒരുപാട് ആളുകൾ ഈ ഒരു ഫേക്ക് ന്യൂസ് കാരണം ചുരം കയറി ഇവിടെ എത്തേണ്ടി വന്നു. നമ്മൾ ആകെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഭയങ്കര പ്രയാസത്തിലായി പോയി. ഈ ദുരന്തത്തിനിടയിൽ ഇങ്ങനെ വ്യാജ സന്ദേശം പ്രചരിപ്പിക്കാൻ ആളുണ്ടല്ലോ. ഒരുപാട് ദൂരത്ത് നിന്ന് ഫാമിലി ആയിട്ട് വളരെ പ്രതീക്ഷയോടുകൂടിയാണ് നമ്മുടെ പഞ്ചായത്തിൽ വന്നിട്ട് അവർ നല്ലൊരു കാര്യം ചെയ്യുക പിന്നെ എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ ഇവിടെ വന്നിട്ട് ഇവിടുന്ന് ഈ വിവരം ഞങ്ങൾ കൈമാറുമ്പോൾ ഇതിങ്ങനെ വ്യാജ വീഡിയോ ആണ്, ഇതിങ്ങനെ പഞ്ചായത്തിൻ്റെ അറിവിലോ വില്ലേജിൻ്റെ അറിവിലോ ഇല്ലാത്തതാണ് എന്ന് പറയുമ്പോൾ വളരെ നിരാശരായി പ്രയാസപ്പെട്ടിട്ടാണ് അവർ മടങ്ങി പോകുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ സമൂഹത്തിന്റെ പോക്ക് ഇതെങ്ങോട്ടാണെന്നൊരു പിടുത്തമല്ല. ഒരു പക്ഷേ ഈ സ്ത്രീ എന്ത് ചെയ്തിട്ടുണ്ടാകും, വാട്സപ്പിൽ വെറുതെ ഒരു വോയിസ് അങ്ങോട്ട് അടിച്ചിറക്കി വിട്ടിട്ടുണ്ടാവും. ഗ്രൂപ്പിലൊക്കെ വിടുമ്പോൾ പല ആളുകൾ അത് ഷെയർ ചെയ്യും, പല ഗ്രൂപ്പുകളിലേക്ക് അതെത്തും. എന്നാൽ ഇതുപോലെ നല്ല മനസ്സുള്ള കുറേ വ്യക്തികളുണ്ട്, അവിടേക്ക് കുറേ അധികം ആളുകൾ എത്തിപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെ വിവാഹം കഴിക്കാൻ മനസ്സുണ്ടെന്ന് പറഞ്ഞിട്ട്, അനാഥരായ കുട്ടികളെ വിവാഹം കഴിക്കാൻ മനസ്സുണ്ടെന്ന് പറഞ്ഞിട്ട് കുറേ അധികം ആളുകൾ അങ്ങോട്ടേക്ക് എത്തിയിട്ടുമുണ്ട്. കുറേ അധികം ആളുകൾ ഫോണിൽ വിളിച്ച് സംസാരിക്കുന്നുമുണ്ട്. അവരുടെ നല്ല മനസ്സുകൊണ്ടാണ് അവരത് ചെയ്യുന്നത്. പക്ഷെ എന്നാൽ അത് അവിടെ നടക്കാത്ത ഒരു കാര്യമാണ്. അങ്ങനെ ഒരു കാര്യം അവിടെ ആരും പറഞ്ഞിട്ട് പോലുമില്ല. ഏതോ ഒരു സ്ത്രീ വന്നിട്ട് വെറുതെ അടിച്ചിറക്കി വിട്ടൊരു കാര്യമാണത്. നിങ്ങൾ മനസ്സിലാക്കണം, നമ്മളെ ആളുകൾ എത്രയോ അധികം ആളുകൾ അങ്ങോട്ടൊക്കെ കുത്തിയൊഴുകി പോയി. അവരവരുടെ നല്ല മനസ്സുകൊണ്ട് പോയിട്ടുള്ളതാണ്. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അനാഥരായിട്ടുള്ള ഒരു പെൺകുട്ടിക്ക് ജീവിതം കൊടുക്കുക എന്ന് പറയുന്നത് വളരെ പുണ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതിനോരോ ആളുകൾ മുന്നിട്ട് ഇറങ്ങുക എന്ന് പറയുന്നത് വളരെ പുണ്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. അങ്ങനെയാണ് കുറേയധികം ആളുകൾ അങ്ങോട്ടേക്ക് എത്തിയിട്ടുള്ളത്. വളരെ നല്ല മനസ്സോട് കൂടിയിട്ടാണ് അവരങ്ങോട്ടേക്ക് എത്തിയിട്ടുള്ളത്. അതും ഈ ഒരു വോയിസ് ക്ലിപ്പ് കേട്ടുകൊണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, അവിടെ എത്തിയപ്പോഴാണ് അവർ കാര്യങ്ങൾ അറിയുന്നത്. ഇങ്ങനെ ഒരു കാര്യം ആരും തന്നെ അറിഞ്ഞിട്ട് പോലുമില്ല. അപ്പോൾ ഏതായാലും ആളുകൾ കുത്തിയൊഴുകി വന്നതോട് കൂടിയിട്ട് അവർ തന്നെ ഒരു പോസ്റ്റർ അവിടെ അടിച്ചു വെച്ചിട്ടുണ്ട് അവരുടെ ആ ഒരു സ്ഥാപനത്തിന് മുന്നിൽ. കാരണം ആളുകൾ ഇങ്ങനെ കുറേയധികം ആളുകൾ വരുന്ന സമയത്ത് ഇവരോടെല്ലാവരോടും മറുപടി പറയണം. എത്രയോ ആളുകൾ ഫോൺ വിളിക്കുന്നുണ്ട്. ഇതൊക്കെ വല്ലാത്തൊരവസ്ഥ തന്നെയാണ്. അപ്പോൾ ഏതായാലും ആ നോട്ടീസ് നമുക്കൊന്ന് വായിച്ചു നോക്കാം. ചൂരൽമല മുണ്ടക്കൈ ദുരന്തവുമായി ബന്ധപ്പെട്ട് വ്യാജ വാർത്ത പ്രചരിക്കുന്നത് സംബന്ധിച്ച്
മുട്ടിൽ മേപ്പാടി പഞ്ചായത്തിലെ ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തവുമായി ബന്ധപ്പെട്ട് അനാഥരായ വിവാഹപ്രായമെത്തിയ പെൺകുട്ടികളെ വിവാഹം ചെയ്തു കൊടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് മുട്ടിൽ പഞ്ചായത്ത്, മേപ്പാടി പഞ്ചായത്ത് എന്നീ സ്ഥാപനങ്ങളെ ബന്ധപ്പെടണമെന്നാവശ്യപ്പെട്ട് വിവിധ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ പ്രചരിക്കുന്ന ഓഡിയോ ക്ലിപ്പ് വ്യാജമാണ്. ഇത് പ്രചരിക്കുന്നവർക്കെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇവിടെ ഇങ്ങനെയുള്ള ആളുകൾക്കെതിരെ നിയമ നടപടി തന്നെ എടുക്കണമെന്നുള്ളതാണ്. വ്യാജ വാർത്തയാണ് അവിടെ പ്രചരിപ്പിച്ചിട്ടുള്ളത്. എത്രയധികം ആളുകൾ അങ്ങോട്ടേക്ക് എത്തി. നിങ്ങൾ ആലോചിച്ച് നോക്കണം, നല്ല മനസ്സോട് കൂടിയിട്ടാണ് ആളുകൾ അങ്ങോട്ടേക്ക് എത്തിയിട്ടുള്ളത്. പക്ഷെ അവിടെ അവർ പറ്റിക്കപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. തീർച്ചയായിട്ടും ആരാണ് ഇത് ഇറക്കിയത് എന്നുണ്ടെങ്കിൽ ആ ഒരു സ്ത്രീയെ കണ്ടുപിടിച്ച് അവർക്കെതിരെ നിയമ നടപടി എടുക്കണമെന്നുള്ളതാണ്. ഞാൻ അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യനാണ്. കാരണം എത്രയോ നല്ല ആളുകൾ നല്ല മനസ്സോട് കൂടിയിട്ടാണ് അങ്ങോട്ടേക്ക് എത്തിയിട്ടുള്ളത്. കാരണം ഇപ്പൊ നമ്മുടെ സമൂഹത്തിൽ യുവാക്കൾക്കൊന്നും പെണ്ണ് കിട്ടാത്തൊരവസ്ഥയാണ്. സ്വാഭാവികമായിട്ടും കുടുംബക്കാരാണെങ്കിലും അതുപോലെ തന്നെ ചക്കന്മാരാണെങ്കിലും അവിടേക്ക് എത്തിപ്പെട്ടിരിക്കുകയാണ്. അവർ നല്ല മനസ്സോട് കൂടിയിട്ടാണ് അങ്ങോട്ട് വന്നിട്ടുള്ളത്. പക്ഷെ അവിടെ പറ്റിക്കപ്പെട്ട ഒരു അവസ്ഥയിലേക്കായി എന്നുള്ളതാണ് കാര്യങ്ങൾ. അപ്പൊ ഏതായാലും ഈ ദുരന്തം ഇവിടെ കുറച്ച് കാര്യങ്ങൾ പഠിപ്പിച്ചു തന്നു. മലയാളികൾ എല്ലാവരും ഒറ്റക്കെട്ടൊന്നുമല്ല, അതിൽ ചില നാറിയ വ്യക്തികളുമുണ്ട്. അതിവിടെ വളരെ വ്യക്തമായിട്ട് പഠിപ്പിച്ചു തന്നു. അതും ഒരു ദുരന്ത സാഹചര്യത്തിൽ. നിങ്ങൾ ആലോചിച്ച് നോക്കണം, എത്രയോ അധികം ആളുകൾ മരണപ്പെട്ട ഒരു ദുരന്ത സാഹചര്യത്തിൽ പോലും ഇവരൊക്കെ ഇങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. തീർച്ചയായിട്ടും ഇങ്ങനെ ഇതാരാണോ പറഞ്ഞത് അവർക്കെതിരെ നിയമ നടപടി എടുക്കണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. കാരണം എത്രയോ പാവപ്പെട്ട ആളുകൾ അങ്ങോട്ടേക്ക് ഒരു പ്രതീക്ഷ വെച്ച് അങ്ങോട്ടേക്ക് എത്തിപ്പെട്ടു എന്നുള്ളതാണ്. എന്താ ഇതിനൊക്കെ പറയാം. ഏതായാലും നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ ജസ്റ്റ് കമൻ്റായിട്ട് രേഖപ്പെടുത്താം. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.